ഭാഗമായിട്ട് 48 മണിക്കൂർ മാത്രം നിലനിൽക്കുന്ന ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ വീഡിയോ ഇറങ്ങി 48 മണിക്കൂർ. അതേപോലെ തന്നെ ഇതിനും ഏകദേശം 4:45, 5-ന്റെ അടുത്ത് ഏകദേശം 4 to 5 റേഞ്ചിനുള്ളിൽ മാർക്കറ്റ് വരുന്ന ഒരു വാഹനമാണ് ഇതും. അതാണ് ഈ 375 നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്. ഇത്രയും മാറ്റം വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 50 മുതൽ 75,000 രൂപയുടെ മാറ്റം നിങ്ങൾക്ക് ഈ ഒരു വാഹനം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലുള്ള വിലയാണ് പറയുന്നത്. 30,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ അല്ലേ, 30,000 മാത്രം ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ആണ്, സർട്ടിഫൈഡ് വെഹിക്കിൾ. സർട്ടിഫൈഡ് വെഹിക്കിൾസ് അല്ലാതെ തട്ടുപൊളിപ്പം വണ്ടിയല്ല. തട്ടുപൊളിപ്പം വണ്ടിയല്ല. ഡീലർ പ്രൈസിൽ നിങ്ങൾക്ക് യൂസ്ഡ് കാർ വേണോ? ഞാൻ വെറുതെ പറയുന്നില്ല, ഒരുപാട് യൂസ്ഡ് കാറുകളുണ്ട്. അതും ഡീലർ റേറ്റിൽ നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് വെറും 48 മണിക്കൂറാണ് ഈ ഒരു ഓഫർ നിലനിൽക്കുന്നത്. നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഷോറൂം മേരാക്കാസിലാണ്, കൊടുവള്ളി ഷോറൂമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്, കോഴിക്കോട് ജില്ലയിൽ. ഓക്കെ, ഷായദ് നമ്മളെ കൂടെ ഉണ്ട്. ഷായദ്, എങ്ങനെയാണ് ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തത്? മേരാകാർസിന്റെ ലോഞ്ചിങ്ങിന്റെ ഭാഗമായിട്ട് 48 മണിക്കൂർ മാത്രം നിലനിൽക്കുന്ന ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ വീഡിയോ ഇറങ്ങി 48 മണിക്കൂർ. ഓക്കെ, അതും ഡീലേഴ്സിനേക്കാൾ കൂടുതൽ കസ്റ്റമേഴ്സിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. ഓക്കെ, കസ്റ്റമേഴ്സിന് 30,000 രൂപ മുതൽ 50,000 രൂപ വരെ റീഫർബിഷ്മെന്റ് ചെയ്ത വെഹിക്കിൾസ് ആണ്. ഓക്കെ, അത്രയും റീഫർബിഷ്മെന്റ് എല്ലാം ചെയ്ത് ഫുൾ ഫൈനലാക്കി വെച്ചേക്കുന്ന വെഹിക്കിൾസ് ആണ് കൊടുക്കുന്നത്. സർട്ടിഫൈഡ് വെഹിക്കിൾ. സർട്ടിഫൈഡ് വെഹിക്കിൾസ് അല്ലാതെ തട്ടുപൊളിപ്പം വണ്ടിയല്ല. തട്ടുപൊളിപ്പം വണ്ടിയല്ല. അത് വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. അത്രയും ക്വാളിറ്റി വെഹിക്കിൾസും ഓണർഷിപ്പ് വരെ കുറഞ്ഞ വെഹിക്കിൾസ് ആണ് കൊടുക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ്, സെക്കൻഡ് മാക്സിമം, അങ്ങനത്തെ കിലോമീറ്റർ അധികം ഓടാത്ത വെഹിക്കിൾസ്. സർട്ടിഫൈഡ് വെഹിക്കിൾസ് വെറും 48 മണിക്കൂറാണ് ഈ ഓഫർ. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇത്രയും റീഫർബിഷ്മെന്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞേക്കുന്ന വാഹനങ്ങളാണ് സ്പെഷ്യൽ റേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. അല്ലേ? ഓക്കെ, ഇനി ഇപ്പൊ നമ്മൾ ഇവിടെ സ്റ്റോക്ക് പരിമിതി ഉണ്ട്, ഇനി വരാണ്ടോ? ഒരു സ്റ്റോക്കും കൂടി നമ്മൾ കാണിക്കുന്നുണ്ട്, ഉടൻ തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതും പ്രതീക്ഷിച്ചിരിക്കാം. ബാക്കി ഡീറ്റെയിൽ നമുക്ക് ഓരോന്നായിട്ട് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക. നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ വാഹനങ്ങളെ പറ്റിയും അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വാഹനങ്ങളുടെ സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മൊബൈലിൽ ആ ഒരു ഡീറ്റെയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ വീഡിയോ ഇറങ്ങുന്നു അപ്പോൾ തന്നെ നമ്മൾ ഈ സ്റ്റോക്കും അപ്ഡേറ്റ് ചെയ്യുന്നതാണ് വാട്സപ്പിൽ തന്നെ. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അതിലും കിട്ടും, ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ. പിന്നെ ആ ഒരു ഓഫറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ലോങ്ങിൽ നിന്നൊക്കെ വരുന്ന ആളുകളാണ് എന്താ ചെയ്യുക, അവർ ആദ്യം ബുക്ക് ചെയ്തിട്ട് ടോക്കൺ ആക്കി വെച്ചിട്ട് വന്ന് വണ്ടി കാണാം, ഓടിച്ച് നോക്കി അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യാം. അത് പെട്ടെന്ന് ആ ഒരു പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ കാരണം 48 hours വരുന്നുള്ളൂ ഓഫീസ്. വെഹിക്കിൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോട്ടോസും ഡീറ്റെയിൽസും അയച്ചു കൊടുക്കും. കൂടുതൽ ഡീറ്റെയിൽസും ഫോട്ടോസ് അയച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവർക്ക് വണ്ടി വന്ന് ടോക്കൺ ചെയ്ത് വെക്കാം. വേറെ സ്റ്റോക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അവർക്ക് വിളിച്ചാൽ മതി. എൻക്വയറി ചെയ്താൽ കൂടുതൽ സ്റ്റോക്ക് കാര്യങ്ങൾ പറയാം. കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കോൺടാക്ട് നമ്പർ ഉണ്ട്, ഇങ്ങോട്ടേ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളുടെ വണ്ടി വിൽക്കണമെങ്കിലും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേരാക്കാസ് അതിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, വിൽക്കാനുള്ള നമ്പർ. ഇങ്ങോട്ടേക്ക് വിളിക്കുക, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ബാക്കി ഓരോ വണ്ടികളുടെയും ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വാഹനമാണ് വാഗണറാണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷനുള്ള വാഹനം. എങ്ങനെ ഷായദ കാര്യങ്ങൾ? 2017 മോഡലാണ്. 17 വാഗണറാണ്. സിംഗിൾ ഓണർ വെഹിക്കിളാണ്. ഓക്കെ, വെഹിക്കിൾ വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 14 to 17 കിട്ടൂല ഏകദേശം. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല അല്ലേ, നീറ്റ് വണ്ടിയാണ്. ഓക്കെ, സർട്ടിഫൈഡ് വണ്ടിയല്ല, സർട്ടിഫൈഡ് വെഹിക്കിളാണ്. എത്ര കൊടുക്കുന്നത്? 2,85,000 രൂപ കൊടുക്കും. 2,85,000 2017 വാഗണർ. മാർക്കറ്റിൽ 2014 വണ്ടികൾക്ക് വരുന്നത് ഒരു 3-3.4 വരെ മാർക്കറ്റ് വരുന്നുണ്ട്. 2014 to 15 ആ റേഞ്ച് ഒക്കെ വരുന്നുണ്ട്. 17 മോഡൽ 2,80,000, 3 ലക്ഷത്തിന് താഴെയായിട്ടാണ്. 2017 വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം. മാർക്കറ്റിൽ ഈ മോഡലിൽ തന്നെ മാർക്കറ്റിൽ ഏകദേശം ഒരു 3.5 ആ റേഞ്ചിൽ വരുന്നില്ലേ? ഓക്കെ, അതാണ് 2,85,000 നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്. ഈ ഒരു വാഗണർ നമ്മുടെ ഫസ്റ്റ് വാഹനമാണ്. അപ്പോൾ ഇനി അടുത്ത വണ്ടികളിലേക്ക് പോകാം. ലോണ് ഇതിന് മാക്സിമം കിട്ടും. ലോൺ കിട്ടും. 2017 ലോണൊക്കെ മാക്സിമം കിട്ടും അല്ലേ? എന്തായാലും നിങ്ങളുടെ ട്രാക്ക് കൂടി അനുസരിച്ചിരിക്കും എല്ലാത്തിലും. എവിടെ പോയാലും നിങ്ങൾ അങ്ങനെയാണ് കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ ലോൺ എടുത്ത് പറയാത്തത്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ഹോണ്ടയുടെ WRV, ഒരു SUV സെഗ്മെന്റ് പ്രീമിയം ഹാഷ് ബാക്ക് എന്നൊക്കെ വിളിക്കാൻ പറ്റിയ ഒരു വാഹനമാണ് അല്ലേ? ഓക്കെ, KL 1 തിരുവനന്തപുരം രജിസ്ട്രേഷനാണ്. ആ ഒരു ഡ്രൈവിംഗ് കംഫർട്ട് അത്രയുള്ളൊരു വാഹനമാണ്. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2017 മോഡലാണ്. സിംഗിൾ ഓണർ വെഹിക്കിളാണ്. 17 സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ് അല്ലേ? ഓക്കെ, AC, പവർ സ്റ്റിയറിംഗ്, 4 door പവർ വിൻഡോ, അതേപോലെ ഡിഫോഗർ, സ്റ്റീരിയോ, എയർ ബാഗ്, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം, സെൻട്രൽ ലോക്ക്, അത്യാവശ്യം നല്ല സ്പെക്ക് വരുന്നുണ്ട്. ഒരു സ്വിഫ്റ്റ് ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതേ ഒരു ബഡ്ജറ്റിൽ ഒരു SUV സെഗ്മെന്റ് അവർക്ക് കസ്റ്റമറിന് വാങ്ങിക്കാൻ പറ്റും. 2017 മോഡൽ അല്ലേ? ഓക്കെ, അതായത് പെട്രോൾ എഞ്ചിനാണ്. ഹൈവിടെക് അല്ല? ഹൈവിടെക്. ഓക്കെ, പെട്രോൾ എഞ്ചിനാണ്. അത്യാവശ്യം ഒരു 12 to 15 റേഞ്ച് മൈലേജ് കിട്ടും. എന്താ പറയാ, അത്രയും ഡ്രൈവിംഗ് കംഫർട്ട് ആയിരിക്കും. പിന്നെ മെയിൻ്റനൻസ് അതിന്റെ ഭാഗത്ത് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യം. ഒരു റെഗുലർ സർവീസ് മാത്രം ചെയ്തു പോയാൽ, അതുതന്നെ പുറത്തുനിന്ന് ചെയ്താൽ അത്രയും കോസ്റ്റം വരുള്ളൂ. ചെയ്തു പോയാൽ നമുക്ക് തലവേദന ഇല്ലാണ്ട് അടിപൊളിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റും. അത്രയും ഡ്രൈവിംഗ് കംഫർട്ടുള്ള ഒരു അടിപൊളി വാഹനം. ഇത്ര സ്പേസും ഉണ്ട്. നമ്മൾ ചെറിയൊരു വാഹനം എടുത്തു പോകുന്നൊരു
സ്പേസ് ഉള്ള വെഹിക്കിൾ, അത്യാവശ്യം നല്ല സേഫ്റ്റി ഉള്ളൊരു വാഹനം. ഓക്കെ, സ്ക്രാച്ചസും കാര്യങ്ങളൊന്നുമില്ല, നീറ്റ് ആൻഡ് ക്വാളിറ്റി. ആദ്യത്തെ കസ്റ്റമർ കറക്റ്റ് സർവീസ് ഉള്ള വണ്ടിയാണ്. കറക്റ്റ് സർവീസ് ഹിസ്റ്ററി എല്ലാം ഉണ്ട് അല്ലേ? ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതിപ്പോൾ എത്ര പ്രൈസ് 5,65,000 രൂപ ലാസ്റ്റ് കൊടുക്കാം. 5,65,000 ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കുന്നത് 2017. അതായത് ഒരു സ്വിഫ്റ്റിൻ്റെ വിലക്ക് 2017 ഒരു ZX സ്വിഫ്റ്റ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഈ ഒരു വില കൊടുക്കണം. ആ ഒരു വിലക്കാണ് ഇത്രയും ഒരു അടിപൊളി വാഹനം നിങ്ങൾക്ക് ലഭ്യമാണ് അല്ലേ? ഓക്കെ, ബാക്കി ലോൺ സൗകര്യം കാര്യമെല്ലാം കിട്ടുമല്ലോ? മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ ഫുൾ ലോൺ കിട്ടാൻ ചാൻസ്. മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. ഒരു 75,000 റുപ്പീസ് ഉണ്ടെങ്കിൽ മാക്സിമം ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ക്വിഡാണ്. KL65 മലപ്പുറം തിരൂരങ്ങാടി രജിസ്ട്രേഷനിൽ വരുന്ന ഒരു റിനോ ക്വിഡ്. എങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർ വെഹിക്കിളാണ്. സിംഗിൾ ഓണർ RXT വേരിയന്റ് ആണ്. RXT ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? ഓക്കെ, പുള്ളിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷനാണ്. ഓക്കെ, ചെറിയ മാറ്റമേ ഉള്ളൂ വരുന്നുള്ളൂ. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് ആൻഡ് ക്വാളിറ്റി വെഹിക്കിളാണ്. ഓക്കെ, സർട്ടിഫൈഡ് വെഹിക്കിളാണ്. ഓക്കെ, സർട്ടിഫൈഡ് വെഹിക്കിളാണ്. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. എത്ര ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നത്? 3,60,000 രൂപ നെറ്റ് പ്രൈസ്. 3,60,000 2021 RXT ക്വിഡ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഏകദേശം 4-4.25 മാർക്കറ്റ് ഉണ്ടാവില്ല. ഓക്കെ, അത്രയും വില വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു വാഹനത്തിന്. ഓഫറിൽ കൊടുക്കുന്നതുകൊണ്ടാട്ടോ ഇത്രയും മാർക്കറ്റിൽ വില കുറച്ചിട്ട് നമ്മൾ കൊടുക്കുന്നത്. 2 ദിവസത്തെ ഓഫർ മാത്രം. ഓക്കെ, സ്പെഷ്യൽ ഓഫറാണ്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ. മാക്സിമം ലോൺ കിട്ടുമായിരിക്കും അല്ലേ? മാക്സിമം ലോൺ. നല്ല മൈലേജുള്ള ഒരു അടിപൊളി വാഹനം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തൊരു ഹാഷ് ബാക്ക് സെഗ്മെന്റ് വാഹനമാണ് Hyundai i10 Nios. നമ്മളെ i10 ഗ്രാൻഡിന്റെ ന്യൂ ഷേപ്പ് വാഹനം. KL59 കണ്ണൂർ തളിപ്പറമ്പാണ് രജിസ്ട്രേഷൻ വരുന്നത്. എങ്ങനെ ഡീറ്റെയിൽ? 2021 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർ വെഹിക്കിളാണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കണം അല്ലേ? ഏകദേശം ഒരു 13-16 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റാണ്. ഗ്രാൻഡിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ഇതിന് മൈലേജ് ഉണ്ട്. ഓക്കെ, 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരിക. ഓക്കെ, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഒരുപാട് കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, അത്യാവശ്യം ചെയ്തിട്ടുണ്ട് അല്ലേ? ഓക്കെ, നല്ല ടയേഴ്സാണ്. ഫ്രണ്ടിൽ അടിപൊളി ടയേഴ്സാണ്. ബാക്കിൽ ഒരു ആവറേജ് ടയേഴ്സ് ഉണ്ട്. വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കുക ഇത് 4,70,000 രൂപ കൊടുക്കാം. 4,75,000 2021 നിയോസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. 4,75 അല്ല? ഒരിക്കലും കിട്ടില്ല. കാരണം 2019 ഗ്രാൻഡൈന് ഏകദേശം 5 രൂപേൻ്റെ അടുത്ത് ഏകദേശം മാർക്കറ്റ് റേറ്റ് ഉണ്ട്. ഓക്കെ, ആ 19 നമ്മൾ 21 എത്തി. 21 ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 4.25 ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഫുൾ ലോൺ കിട്ടുമായിരിക്കും. ഫുൾ ലോൺ മാക്സിമം നോക്കാം. ഓക്കെ, ഇതാ വീണ്ടും ഒരു ക്വിഡ് വന്നു. KL32 രജിസ്ട്രേഷൻ, ചേർത്തല രജിസ്ട്രേഷനുള്ള ക്വിഡാണ്. ന്യൂ ഷേപ്പ് തന്നെ, നമ്മൾ നേരത്തെ ചെയ്ത അതേ ഷേപ്പ് തന്നെ അല്ലേ? 2021 മോഡൽ സിംഗിൾ ഓണർ വെഹിക്കിളാണ്. സെയിം മോഡലല്ല 21? ഓക്കെ, ഓപ്ഷനാണ്. RXT ഓപ്ഷനില്ല. നേരത്തെ RXT ആയിരുന്നു വേണ്ടത്. അതിന്റെ മേലെ വരുന്ന ഓപ്ഷനിലാണ് വരുന്നത്. ഓക്കെ, പറഞ്ഞോളൂ. 42,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. ഓക്കെ, ക്വാളിറ്റി വെഹിക്കിളാണ്. വേറെ ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ക്ലീൻ ആണ്. ഫുൾ ഓപ്ഷൻ ആയതുകൊണ്ട് അതിന് അത്യാവശ്യം നല്ല സ്പെക്ക് കാര്യങ്ങൾ വരുന്നത്. 18-20 റേഞ്ച് മൈലേജും കിട്ടും. ഓക്കെ, ഇത് എത്ര കൊടുക്കാം? 3,70,000 രൂപ കൊടുക്കാം. 3,75,000 2021 RXT ഓപ്ഷൻ, ഏറ്റവും ഫുൾ ഓപ്ഷൻ കിട്ടി. നേരത്തെ പറഞ്ഞത് RXTക്ക് 3,60,000 ആയിരുന്നു. ഇപ്പോൾ ഒരു 15,000 രൂപയിൽ കൂടാൻ കാരണം ഒരു ഓപ്ഷൻ്റെ വ്യത്യാസമാണ്, വേറൊന്നുമില്ല. അതേപോലെ തന്നെ ഇതിനും ഏകദേശം 4.25 5 അടുത്ത് ഏകദേശം 4.5 to 5 മാർക്കറ്റ് വരുന്ന ഒരു വാഹനമാണ് ഇതും. അതാണ് ഈ 3,75 നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നത്. വേറൊന്നും പറയാനില്ല. ലോണോ കാര്യമോ എല്ലാം ഉണ്ടാവും അല്ലേ? ഓക്കെ, നമ്മൾ നേരത്തെ പഞ്ച് കണ്ടു. ഇനി അതേപോലെ തന്നെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള ഒരു ഹാച്ച് ബാക്ക്, പ്രീമിയം ഹാച്ച് ബാക്ക് വാഹനമാണ്. ടാറ്റ ആൾട്രോസ് ആണിത്. എങ്ങനെ ഡീറ്റെയിൽസ്? 2020 മോഡലാണ്. ഓക്കെ, XZ പ്ലസ് ആണ്. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. ഏറ്റവും ടോപ്പ് വാഹനം. സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. മാനുവൽ. ഓക്കെ, ഏറ്റവും ടോപ്പിന്റെ വാഹനം. 48,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിരുന്നത്. 48,000 അല്ലേ? ഓക്കെ, 2020 മോഡലാണ്. നോർമൽ ഓട്ടം തന്നെയാണ്. നമ്മൾ നേരത്തെ പഞ്ചിനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ നോർമൽ ഓട്ടം പോയതാണ്. ഏകദേശം 6 റേഞ്ച് തന്നെ മൈലേജ് ഉണ്ടാവും ഇതിനും. ഓക്കെ, 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിൻ വരുന്ന വാഹനം. സേഫ്റ്റി തന്നെയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ്. ഡ്രൈവിംഗ് കംഫർട്ടും സേഫ്റ്റി. ഓക്കെ, ഏറ്റവും ടോപ്പിൻ്റെ വാഹനം. എനിക്ക് തോന്നുന്നു ഇന്നത്തെ മാർക്കറ്റ് ഞാൻ പറയുകയാണ്. ഇപ്പോൾ വണ്ടി ഇറങ്ങുമ്പോൾ ഏകദേശം 10-10.25 ലക്ഷം രൂപ ഈ ഒരു ഓപ്ഷന് ഇന്നത്തെ വിലയുണ്ട് ഈ ഒരു വാഹനം. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം? 5,20,000 രൂപ കൊടുക്കാം നെറ്റ് പ്രൈസ്. 5.25 ലക്ഷം. ഓക്കെ, 5.25 ലക്ഷത്തിന് 2020 വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ്. കമ്പനി ഹിസ്റ്ററി എല്ലാം ഉള്ള വാഹനമാണ്. 5,25,000 രൂപയ്ക്ക് 2020 അൾട്രോസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇന്നത്തെ പുതിയ വണ്ടി എടുക്കുന്ന നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഷേപ്പ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല, നേരെ പോകുന്നോ അല്ലേ? എല്ലാ സ്പെക്കുള്ള ഹർമൻ സ്പീക്കർ വരുന്നുണ്ട്. അതെ, എല്ലാ ക്യാമറ എല്ലാം വരും. ഓക്കെ, അപ്പോൾ അതെടുക്കാൻ പോകുന്നവർ ഒന്ന് ആലോചിക്കാം. 10.25 അതെടുക്കണോ 5.25 ഇതെടുക്കണോ എന്നൊന്ന് ആലോചിച്ചാൽ മതി അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. ഫുൾ ലോൺ ഇട്ട് ഒരു മാക്സിമം നോക്കാം. ഒരു 50,000 ഒക്കെ ബാക്കിയൊക്കെ നമ്മൾ ലോൺ ചെയ്ത് കൊടുക്കും. ഓക്കെ, നമ്മൾ നിങ്ങളുടെ ട്രാക്ക് കൂടി ഇല്ലാത്തതുകൊണ്ടാണ് ഉറപ്പിച്ച് പറയാത്തത്. അത് നോക്കിയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. അടുത്തത് ചെറിയൊരു വാഹനമാണ്. ചെറുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത്രയും ലുക്കുള്ള ഫേസ് ലിഫ്റ്റ് വന്ന ഡാറ്റ്സൺ റെഡിഗോ ആണ്. KL
37 രജിസ്ട്രേഷൻ വരുന്ന വാഹനം അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? 2020 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. സിംഗിൾ ഓണർ. 28,000 കിലോമീറ്റർ മാത്രം ആകെ ഓടിയിട്ടുള്ളൂ. 28,000 വളരെ ലോ കിലോമീറ്റർ. ഒരു 4 വർഷത്തെ കമ്പയർ ചെയ്തപ്പോൾ 10 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇതിന് ഫുൾ ഓപ്ഷൻ ആണോ? എങ്ങനെ? ഫുൾ ഓപ്ഷൻ ആണ് ഇതിൽ? ഫുൾ ഓപ്ഷൻ വെഹിക്കിളാണ്. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സർട്ടിഫൈഡ് വെഹിക്കിളാണ്. ഓക്കെ ഓക്കെ. ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് 2,50,000 രൂപ കൊടുക്കും. 2,50,000-ന് 2020 11-ാം മാസമുള്ള 11-ാം മാസം വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഏകദേശം ഒരു 3.4 റേഞ്ച് വരെ 3.4 വരെ മാർക്കറ്റിൽ മാർക്കറ്റ് ഉണ്ട്. മാർക്കറ്റുള്ള വാഹനമാണ്. അതാണ് സ്ക്രാച്ച് പോലും ഇല്ല. നോക്കിയിട്ട് നോക്കാം. അതും ഫേസ് ലിഫ്റ്റ് വന്ന വണ്ടി. ഒന്നുമില്ല. അതെ, ഫേസ് ലിഫ്റ്റ് അത്രയും ലുക്കുള്ളൊരു വാഹനമാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഈ ഒരു വിലക്ക് ലഭിക്കുന്നത്. 2,50,000 രൂപയ്ക്ക് നിങ്ങൾക്ക് അത്രയും മാറ്റം വന്നു കഴിഞ്ഞു. ഏകദേശം ഒരു 50 മുതൽ 75,000 രൂപയുടെ മാറ്റം നിങ്ങൾക്ക് ഈ ഒരു വാഹനം സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലുള്ള വിലയാണ് പറയുന്നത്. ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുണ്ട് പെട്ടെന്ന് വിളിക്കാം. നല്ല മൈലേജ് ഉണ്ടാവും. 1 ലിറ്റർ റേഞ്ചിലല്ലേ വരുന്നത്. ഏകദേശം ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ, അടുത്തത് ഒരു അടിപൊളി സെഡാൻ വാഹനമാണ്. മാരുതി സുസുക്കി സിയാസ് KL1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാഹനം. എങ്ങനെ ഷായത് അതിൻ്റെ ഡീറ്റെയിൽ? 2015 മോഡലാണ്. ഓക്കെ, 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ അല്ലേ? 37,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്, പെട്രോൾ ആണ്. ഓട്ടോമാറ്റിക്കൽ അന്ന് AT ഗിയർ ബോക്സ് ആണ്. ഓട്ടോ ട്രാൻസ്മിഷൻ ആണ്, AT ഗിയർ ബോക്സ് ആണ്. അതായത് നമ്മൾ AMTനെ കൊണ്ട് പറയുമ്പോൾ വെച്ചാൽ കയറ്റത്തിലൊക്കെ വെക്കുമ്പോൾ പുറകോട്ട് ഇറങ്ങി പോകുന്ന പ്രശ്നങ്ങൾ ഇതിൽ അതിലൊന്നും വരില്ല, അതൊന്നും വരില്ല. സ്മൂത്തായിട്ട് ഓടിച്ചാൽ അത്രയും പവറും കിട്ടും AT-ലാകുമ്പോൾ അല്ലേ? ഓക്കെ, ലോ കിലോമീറ്റർ വാഹനം. ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, പ്രോപ്പർ കമ്പനി സർവീസ് ഉള്ള വെഹിക്കിളാണ്. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. പ്രോപ്പർ ഹിസ്റ്ററി ഉള്ള വെഹിക്കിൾ. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് സെഡാനിൽ എനിക്കൊന്ന് മൈലേജ് ഒരു 14 വരെയൊക്കെ മാക്സിമം കിട്ടും. 14 ആ റേഞ്ചൊക്കെ കിട്ടും. 14 വരെയൊക്കെ മാക്സിമം കിട്ടും അല്ലേ? അത്രയും വലിയൊരു കാറാണ്. അത്രയും ഡ്രൈവിംഗ് കംഫർട്ട് എല്ലാം ഉള്ള ഒരു കാറാണ് അല്ലേ? ഹാഷ് ബാക്ക് ഒരു ഓട്ടോമാറ്റിക് എടുക്കുന്ന ആ ഒരു കസ്റ്റമറിന് എന്ത് ചെയ്യാം? ഒരു സെഡാൻ, ഒരു AT ഗിയർ ബോക്സ്, ഒരു കുറച്ച് വിശാലമായ വണ്ടി എടുക്കാം. അതെ, ഓക്കെ. ഇതിന്റെ പ്രൈസിങ് എങ്ങനെയിപ്പോ? ഇത് 5,99,000 രൂപ. 5,99,000 2018 ഏകദേശം ഒരു 6,70,000 റേഞ്ചൊക്കെ മാർക്കറ്റ് ഉണ്ട്. ടോപ്പിൻ്റെ അല്ലേ ഇത്? ടോപ്പിൻ്റെ വരുന്നുണ്ട്. അലവിൽ എല്ലാ ഫീച്ചേഴ്സും. ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി സെഡാൻ വാഹനം. പ്രൊജക്റ്റഡ് ഹെഡ് ലാമ്പ് വരെ വരുന്നുണ്ട്. എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു അടിപൊളി വാഹനമാണ്. 5,99,000 രൂപയ്ക്ക് 2015 മോഡൽ 37,000 കിലോമീറ്റർ മാത്രം ഓടിയ ഓട്ടോമാറ്റിക് ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. സിയാസ് ഏകദേശം നമ്മൾ 2015 ഓട്ടോമാറ്റിക് AMT സ്വിഫ്റ്റ് ഇതൊക്കെ എടുക്കുകയാണെങ്കിൽ ഏകദേശം ആ ഒരു റേഞ്ച് വരില്ല. 5.5 ആ ഒരു റേഞ്ച് ഏകദേശം മാർക്കറ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതിലൂടെ ചെറിയൊരു എമൗണ്ട് കൂട്ടിയിട്ടാൽ 10,50,000 കൂട്ടിയിട്ടാൽ നിങ്ങൾക്ക് ഒരു അടിപൊളി സെഡാൻ കൊണ്ടുപോകാം. ഓക്കെ, മാക്സിമം ലോൺ കിട്ടും. മാക്സിമം ലോൺ കിട്ടും. ഫുൾ സർവീസ് ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. മെയിൻ്റെനൻസ് കുറവാണ് മാരുതി ആയതുകൊണ്ട്. അതെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് വാഹനമാണ്. KL60 രജിസ്ട്രേഷനുള്ള ടൊയോട്ടയുടെ ഗ്ലാൻസയാണ്. ഇതേ സാധനം തന്നെയാണ് നമ്മുടെ മാരുതി സുസുക്കിയുടെ ബലേനോ എന്ന് പറയുന്നത്. ചിലയിടത്തിൽ ബലേനോ മാർക്കറ്റ് കൂടും, ചിലയിടത്തിൽ ഗ്ലാൻസ് ഒക്കെ മാർക്കറ്റ് കൊടുത്ത് ചെറിയ വേരിയേഷൻ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020 മോഡലാണ്. 20 മോഡൽ. സിംഗിൾ ഓണർ വെഹിക്കിളാണ്. ഏത് ഓപ്ഷൻ? V ആണ് ഓപ്ഷൻ. ഏറ്റവും ഫുൾ ഓപ്ഷൻ. നമ്മൾ ബലേനോയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ, ബലേനോയിൽ കമ്പയർ ചെയ്യുമ്പോൾ ആൽഫ ഏറ്റവും ടോപ്പിൻ്റെ. അതേപോലെ തന്നെയാണ് ഇതിൽ V എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പിൻ്റെ വേരിയൻ്റ് ആണ്. CVT ഗിയർ ബോക്സ് ആണ്. ഓട്ടോമാറ്റിക് വാഹനം, പ്രീമിയം ഹാച്ച് ബാക്ക്, എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു അടിപൊളി വാഹനമാണ് അല്ലേ? ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ല, മേജർ ക്ലെയിമോ ഒന്നുമില്ല. ഓക്കെ, ഇതിപ്പോൾ എത്ര കൊടുക്കാം? ഇത് 6,90,000 രൂപ കൊടുക്കാം. 6,90,000-ന് 2020 വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓട്ടോമാറ്റിക് V ഓപ്ഷൻ, ഫുൾ ഓപ്ഷൻ വാഹനം. മാർക്കറ്റ് ഏകദേശം ഒരു 7,80 റേഞ്ചിൽ മാർക്കറ്റ് വരുന്നൊരു വാഹനമാണ്. നിങ്ങൾക്ക് ഈ ഒരു 11 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട് ഏറ്റവും പുതിയത്. മറ്റേ സെക്കൻഡ് ഹാൻഡ് കാരണം മാർക്കറ്റ് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയൊരു വില വ്യത്യാസം ഈ വണ്ടിയിലും വന്നു കഴിഞ്ഞു. ഒന്നും നോക്കാനില്ല, പെട്ടെന്ന് വിളിച്ചു. അടുത്തത് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് ഡീസൽ വാഹനമാണ്. ഹ്യുണ്ടായി i20 ഡീസൽ KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ. നല്ല മൈലേജും ഡ്രൈവിംഗ് കംഫർട്ടും ഉള്ള ഒരു ഡീസൽ വാഹനം. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. പറഞ്ഞോളൂ, എങ്ങനെ ഡീറ്റെയിൽ? 2019 മോഡലാണ്. സിംഗിൾ ഓണർ വെഹിക്കിളാണ്. സിംഗിൾ ഓണർഷിപ്പ് 19 മോഡൽ. ഓക്കെ, കിലോമീറ്റർ 76,000 കിലോമീറ്ററാണ് വണ്ടി ഓടിക്കുന്നത്. ഓക്കെ, 76 ഓടി. ഫുള്ള് സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം സ്പെക്ക് കാര്യങ്ങളുണ്ട്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എയർ ബാഗ്, ABS കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, സ്റ്റിയറിംഗ് കൺട്രോൾസ് സ്റ്റിയറിംഗ് കൺട്രോൾ, മിറർ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. എത്ര ഇപ്പോൾ? 5,25,000 രൂപക്ക് നെറ്റ് കൊടുക്കാം.
5,25,000 അല്ലേ? 2019 ഡീസൽ i20 5,25,000 രൂപയ്ക്ക്. എനിക്കൊന്ന് മാർക്കറ്റ് ഒരു 5.25 to 6 വരെ ഒക്കെ ഏകദേശം മാർക്കറ്റ് ഉണ്ടാവില്ലേ? ഓക്കെ, അത് നിങ്ങൾക്ക് 5,4 ലക്ഷം രൂപയ്ക്ക് സ്വന്തമാക്കാം. അത്രയും വില വ്യത്യാസം വന്നു കഴിഞ്ഞു. മോഡൽ കൂടിയ വണ്ടി 19 അതെ, മോഡൽ കൂടിയ വാഹനം, അതും ഡീസലിൽ. ഓക്കെ, അത്രയും വില വ്യത്യാസം വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ലോണ് കേരളയിൽ ലോൺ വരെ കയറി. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോ, ഡീസൽ വണ്ടി കാണിച്ചു കഴിഞ്ഞു അല്ലേ ഇന്നത്തേൽ? ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഹോണ്ടയുടെ ജാസാണ്, KL 58 രജിസ്ട്രേഷൻ അല്ലേ? ചാലശ്ശേരി രജിസ്ട്രേഷൻ വാഹനമാണ്. ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ്. പെട്രോൾ പെട്രോൾ നല്ല കുഴപ്പമില്ലാത്ത മൈലേജും മെയിൻ്റെനൻസ് വളരെ കുറഞ്ഞ വാഹനമാണ്. ഒരു 12 to 15 റേഞ്ച് മൈലേജ്. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2017 മോഡലാണ്. 17. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിലവിൽ നിൽക്കുന്നത്. ഓക്കെ, വി ആണ് വേരിയന്റ് വരുന്നത്. വി ഓപ്ഷനാണ്. ഒരുപാട് ഓപ്ഷൻസ് വരുന്നത്. ഫുള്ളിന്റെ തൊട്ട് താഴെ വരുന്നതാണ്, പക്ഷേ വലിയ വ്യത്യാസമൊന്നുമില്ല. ആകെ ആ ടച്ച് സ്ക്രീന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ബാക്കി എല്ലാം വരുന്നത്. അലോയ്സ് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഡിഫോഗർ വരുന്നുണ്ട്, വൈപ്പർ വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ, ഇൻഡിക്കേറ്റേഴ്സ് മിററിൽ വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ് വരുന്നുണ്ട്, എയർ ബാഗ് എല്ലാം വരുന്നുണ്ട്. ബാക്കി അലോയ്സ് ഒക്കെ വരുന്നുണ്ട്. ആ ഒരു സ്ക്രീനിൽ വരുന്ന മാറ്റം മാത്രമേ ഉള്ളൂ ടോട്ടൽ ഫുള്ളിലേക്ക് നോക്കുമ്പോൾ. ഓക്കെ, സർട്ടിഫൈഡ് വണ്ടിയാണ്. സർട്ടിഫൈഡ് വെക്കണം. ഓക്കെ, എത്ര കൊടുക്കാൻ? ഇത് 4,99,000 രൂപ കൊടുക്കാം. 4,99,000 17 വി ഓപ്ഷൻ ജാസ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഏകദേശം നമ്മുടെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ഒരു 5.5 റേഞ്ചൊക്കെ വരും. 5.5 റേഞ്ചിൽ ഏകദേശം ഇതിനിപ്പോൾ വില ചോദിക്കുന്നുണ്ട് ഏകദേശം. അതാണ് നിങ്ങൾക്ക് 4,99,000 കിട്ടുന്നത്. ഓക്കെ, ഇതൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഓഫറാണ് കേട്ടോ. ഇത് എന്നും ഉണ്ടാവുന്ന ഓഫറല്ല, 48 മണിക്കൂർ പീരീഡ് ഓഫറാണ്. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് അടിപൊളി ഒരു കോമ്പാക്ട് SUV ആണ്. ടാറ്റ നെക്സോൺ ആണ് വാഹനം. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ള നെക്സോണിന്റെ സെക്കൻഡ് ജനറേഷൻ വാഹനമാണ്. എങ്ങനെ ഷായത് ഇത് കാര്യം? 2020 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർ വെഹിക്കിൾ ആണ്. സിംഗിൾ ഓണർഷിപ്പ്. XMS ആണ് വേരിയന്റ് വരുന്നത്. സൺറൂഫ് അടക്കം വരുന്നത്. സൺറൂഫ് വരുന്ന വേരിയന്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ഫോൾഡിംഗ് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് ഉണ്ടല്ല, ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സും ഉണ്ട്. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഫുൾ കമ്പനി ഹിസ്റ്ററി ഈ വാഹനത്തിന്. ഓക്കെ, ഇത് സർട്ടിഫൈഡ് വെഹിക്കിൾ ആണ്. ഓക്കെ, ഓട്ടം 44,000 കിലോമീറ്ററാണ് വണ്ടി ഓടിക്കുന്നത്. 20 മോഡൽ, 4 വർഷമായി. നോർമൽ ഓട്ടമാണ്. നോർമൽ ഒരു പെട്രോൾ വണ്ടി ഓടുന്ന ഓട്ടം മാത്രം ഓടിയ വാഹനമാണ്. ഒരു 12 to 15 16 വരെയൊക്കെ ഏകദേശം. ലോങ് പോവാണ് ഒരു 14-15 വരെ മാക്സിമം മൈലേജ്. 12 റേഞ്ച് മൈലേജ്. 12. ഓക്കെ, അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്. അത്രയും ഡ്രൈവിംഗ് കംഫർട്ടാണ്. 5 സ്റ്റാർ റേറ്റിംഗ് ആണുള്ള വെഹിക്കിളാണ്. അതെ, തീർച്ചയായും. ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് 6,75,000 രൂപയാണ് ഫൈനല്ല, നെറ്റ് റേറ്റ്. ഓക്കെ, ഇത് മാർക്കറ്റിൽ ഒരു 7.25 മുതൽ ഏറെ വരെ ചോദ്യമില്ല, എല്ലാം ഫൈനലാണ്. മറന്നതാ, ചോദ്യമില്ലല്ലേ? ഫൈനലാണ്. എത്ര പറഞ്ഞ? 6,75,000 രൂപ. 2020 സൺറൂഫ് വരുന്ന XM വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. നെക്സോണ് മാർക്കറ്റ് റേറ്റ് ഇപ്പോൾ ഏകദേശം ഒരു 7.4 7.5 വരെ ഏകദേശം മാർക്കറ്റ് റേറ്റ് വരുന്ന വണ്ടിയാണ്. യൂസ്ഡ് കാർ മാർക്കറ്റ് റേറ്റാണ് പറയുന്നത്. ആ ഒരു മാർക്കറ്റ് റേറ്റ് വരുന്ന വണ്ടിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 6,75,000 രൂപയ്ക്ക് ഫൈനൽ റേറ്റ്. 48 മണിക്കൂർ മാത്രം നിൽക്കുന്ന ഓഫറാണ്. ഓക്കെ, ആളുകൾ ടോക്കൺ അടിക്കുക, വന്ന് വണ്ടി കാണുക, ഓടിച്ചു നോക്കുക, തെക്കുന്നെടുക്കുക, പോകാം. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. KL 76 കോഴിക്കോട് നന്മണ്ട രജിസ്ട്രേഷൻ വരുന്നൊരു ടിയാഗോ ആണ്. ന്യൂ ഷേപ്പ് ടിയാഗോ. ഇതിനും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ്. ന്യൂ ഷേപ്പ് ടിയാഗോനും അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഒരു സെഗ്മെന്റ് വാഹനമാണ്. 14 to 17 റേഞ്ച് മൈലേജും കിട്ടും. എങ്ങനെയാണ് ഡീറ്റെയിൽ? 2021 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർ വെഹിക്കിളാണ്. 24,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ 3 വർഷം കൊണ്ട് വെറും 24,000 മാത്രം ഓടിയ വാഹനമാണ്. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഓപ്ഷനാണ്. എക്സ്ട്രാ ഓപ്ഷനിൽ AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ചെയ്തിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെന്റ്, എയർ ബാഗ്, ABS എല്ലാം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഡിഫോഗർ എല്ലാം വരും. എത്ര കൊടുക്കുക? ഇത് 4,85,000 രൂപ കൊടുക്കും. 4,85,000 2021 ടിയാഗോ XT ഓപ്ഷനിൽ നല്ല ഓഫറാണ്. എടുക്കാൻ പറ്റിയ ഒരു കസ്റ്റമർ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള. നമ്മളിപ്പോൾ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ തന്നെ ഏകദേശം എത്ര വരുന്നുള്ളത് പറഞ്ഞു കൊടുക്കും? ഒരു 5.25 to 5.5 വരെ മാർക്കറ്റ് വില വരുന്ന വണ്ടിയാണ്. അതാണ് സിംഗിൾ ഓണർഷിപ്പ് വെഹിക്കിൾ. സിംഗിൾ ഓണർഷിപ്പ്. അത്രയും കിലോമീറ്റർ കുറവാണ്. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ, ഒന്നും നോക്കാനില്ല അല്ലേ? ഓക്കെ, ലോൺ കിട്ടും, മാക്സിമം കിട്ടും. ഓക്കെ, അടുത്തൊരു SUV സെഗ്മെന്റ് ആണ്. KL 24 രജിസ്ട്രേഷനുള്ള നിസാൻ ടെറാനോ. എങ്ങനെ ഡീറ്റെയിൽ? 2016 മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണർ ആണ്. ഡീസൽ ആണ് വേരിയന്റ് വരുന്നത്. 110 PS ആണ്. അത്യാവശ്യം നല്ല പവറുള്ള സെഗ്മെന്റ് ആണ്. ഒരു 12 to 16 റേഞ്ച് മൈലേജ് കിട്ടുമായിരിക്കും അല്ലേ? ഓക്കെ, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. മേജർ ആയിട്ടുള്ള ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, സർട്ടിഫൈഡ് വണ്ടിയാണ്. 1,04,000 കിലോമീറ്റർ വണ്ടി റൺ ചെയ്തിട്ടുള്ളത്. 2016 വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഓട്ടോയല്ല, ഡീസൽ ഓണറാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ്. സർവീസ് ഒക്കെ പ്രോപ്പർ സർവീസ് പോയ വണ്ടി. ഓക്കെ, ഇതിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് 4,99,000 രൂപ കൊടുക്കും. 4,99,000.
2016 XP ടോപ്പിൻ്റെ വാഹനം 4,99,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു ടെറാനോ സ്വന്തമാക്കാം. ഏകദേശം എനിക്കൊന്ന് മാർക്കറ്റ് ഒരു 5.5 to 6 റേറ്റിൽ ഏകദേശം മാർക്കറ്റ് ഉണ്ടാവില്ല. സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റ് വരുന്ന വണ്ടിയാണ്. അതാണ് നിങ്ങൾക്ക് 4,99,000 കിട്ടുന്നത്. ഓക്കെ, താല്പര്യമുള്ളവരുടെ പെട്ടെന്ന് വിളിക്കാം. ലോണും കിട്ടുമല്ലോ ഇതിൽ? ലോൺ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്റ്റോക്ക് കാണിച്ചു കഴിഞ്ഞു. ഇനിയൊരു അടിപൊളി സ്റ്റോക്ക് വരാനുണ്ട്. അത് നമ്മൾ ഉടൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അത് എപ്പോഴും ചെയ്യാൻ പറ്റാത്തറിയില്ല, എന്നാലും ഉടൻ തന്നെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതായിരിക്കും നിങ്ങളിലേക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് കാണിച്ച വാഹനങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. കോൺടാക്ട് നമ്പർ വീഡിയോയിൽ റൈറ്റ് ഓഫ് കോർണറിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓഫേഴ്സ് ആകെയുള്ളത് 48 മണിക്കൂർ മാത്രം, 2 ദിവസം. ഈ വീഡിയോ ഇറങ്ങി 48 മണിക്കൂറാണ് ഓഫേഴ്സ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാക്സിമം വിളിക്കുക. ബാക്കി ഓഫേഴ്സ് എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ കോൺടാക്ട് ചെയ്താൽ മതി. എൻക്വയറി ചെയ്താൽ മതി. ഓഫർ സെക്ഷനുകളാണോ എന്നൊക്കെ അറിയാൻ എൻക്വയറി ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ. എല്ലാം നല്ല അടിപൊളി വണ്ടികളും അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം ഷെയർസ് കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്ക് ആർക്കെങ്കിലും കാർ വേണമെന്നുണ്ടെങ്കിൽ നല്ല ബെസ്റ്റ് റേറ്റിൽ കാർ കിട്ടുന്നുണ്ട്. മാക്സിമം ഷെയർസ് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് തരിക. വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി. അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നന്ദി. ബൈ.